ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തുകയാണ്. അർച്ചന സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഓരോ സത്യങ്ങളായി അർച്ചന അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചന അങ്ങനെ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്ന കള്ളത്തരം മഞ്ജുവിൻ്റെയാണ്. ചന്ദ്രയും മധുബാലയും കൂടി ചേർന്ന് JK ചിന്നുവിന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ ഫ്രെയിം കൊറിയർ ഓഫീസിൽ വെച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം ആ യഥാർത്ഥ ഫോട്ടോ ഫ്രെയിം ചന്ദ്ര മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. മഞ്ജു ഇത് കയ്യിൽ വെച്ചോ, എപ്പോഴെങ്കിലും ആവശ്യമായി വരുമെന്ന് പറഞ്ഞ് മഞ്ജു അത് വാങ്ങി വെക്കുന്നുണ്ട്. മഞ്ജു ആ ഫോട്ടോ ഫ്രെയിം തന്റെ റൂമിൽ തന്നെയാണ് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നത്. ചിന്നു JKയുമായി അകലാനുള്ള കാരണം അർച്ചന അങ്ങനെ ചിന്നുവിനോട് ചോദിക്കുന്ന ദിവസം ചിന്നു എന്താണ് കാരണമെന്ന് അർച്ചനയോട് തുറന്നു പറയുന്നുണ്ട്. അതിന്റെ സത്യം അറിയാനായി അർച്ചന അമ്പാട്ടിൽ വെച്ച് തന്നെ JKയോട് ഒരു ദിവസം അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ സത്യം പിടിക്കപ്പെടുമെന്ന് അറിയുന്ന നിമിഷം മഞ്ജു ഇടയിൽ കയറി അവരോടങ്ങനെ സംസാരിക്കുകയാണ്. വീണ്ടും അർച്ചന ആ ഫോട്ടോ ഫ്രെയിം JKക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന നേരം മഞ്ജു വേഗം പോയി ചേച്ചി ഞാൻ ആ ഫോട്ടോ ഫ്രെയിം എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് യഥാർത്ഥ ഫോട്ടോ ഫ്രെയിം കൊണ്ടുവന്ന് അർച്ചന കാണാത്ത രീതിയിൽ JKക്ക് കാണിച്ചു കൊടുക്കുകയാണ്. JK പറയുന്നുണ്ട് ഈ ഫോട്ടോ ഫ്രെയിം തന്നെയാണ് ഞാൻ ചിന്നുവിന് അയച്ചു കൊടുത്തതെന്ന്. അങ്ങനെ മഞ്ജു വേഗം തന്നെ തിരിച്ച് ആ ഫോട്ടോ ഫ്രെയിം റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അന്ന് തന്നെ അർച്ചനയ്ക്ക് ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സംശയമാവുകയാണ്. അങ്ങനെ ഒടുവിൽ മഞ്ജുവിന്റെ ആ ചതി അർച്ചന കണ്ടെത്തുകയാണ്. അർച്ചന തിരിച്ച് അമ്പാട്ടിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അർച്ചന അങ്ങനെ മഞ്ജുവിനെ ചോദ്യം ചെയ്യുകയാണ്. മഞ്ജു ആണെങ്കിൽ അർച്ചനയുടെ മുന്നിൽ പെട്ട അവസ്ഥയിൽ ആകെ വെപ്രാളപ്പെട്ടു. എന്തു പറയണമെന്നറിയാതെ മിണ്ടാതെ അങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. അർച്ചനയുടെ കയ്യിലേക്ക് JK അയച്ച ആ യഥാർത്ഥ ഫോട്ടോ ഫ്രെയിം കിട്ടുന്നുണ്ട്. അത് മഞ്ജുവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അർച്ചന ചോദിക്കുകയാണ്, മഞ്ജു ഈ തിരിമറിക്ക് പിന്നിൽ നിന്റെ ബുദ്ധിയാണോ അതോ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ ആകെ പരിങ്ങിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അർച്ചന ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കറും ചന്ദ്രയും തമ്മിൽ രാത്രിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. ഉണിലും ഉറക്കത്തിലും ഇപ്പൊ അർച്ചന അവർക്ക് വലിയൊരു ശത്രുവായി മാറിയിരിക്കുകയാണ്. ചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അർച്ചനയ്ക്ക് എങ്ങനെയെങ്കിലും തിരിച്ചടി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴെല്ലാം എന്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. നമുക്ക് അവൾക്ക് ഇരുട്ടടി കൊടുത്താലോ, അല്ലെങ്കിൽ അവൾ കാരണം കേസിൽപ്പെട്ട് ജയിലിൽ പോയ ഏതെങ്കിലും പ്രതികളെ വെച്ച് അവൾക്ക് പണി കൊടുത്താലോ, എന്തായാലും അവൾക്കെതിരെ നമ്മൾ ഒരു അറ്റുകൈ പ്രയോഗം നടത്തണമെന്ന് ചന്ദ്രയും വിജയ് ശങ്കറും അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ നിയന്ത്രണം വിട്ടുപോവുകയാണ്. ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട് ഇത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല വിജയേട്ടാ, അച്ഛനയെ തീർത്തേ പറ്റൂ. അവളെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അർച്ചനയുടെ കാര്യത്തിൽ ഒരു അവസാനം ഉണ്ടാവണം. ഇതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. അതും എത്രയും പെട്ടെന്ന് തന്നെ ആവണമെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയെ തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വമ്പൻ ട്വിസ്റ്റോടുകൂടിയും ഗംശം നിറഞ്ഞ എപ്പിസോഡുകളുമാണ് വരുന്നത്. ക്ലൈമാക്സ് എപ്പിസോഡ് വരെ എല്ലാവരും തന്നെ അർച്ചന ചേച്ചി LLB സീരിയൽ മറക്കാതെ കാണുക. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.